ഹലോ, ഡൈകൾ ഉപയോഗിച്ചുള്ള ബാഹ്യ ത്രെഡിംഗ് സെഷനിലേക്ക് സ്വാഗതം. സിലിണ്ടറിക്കൽ വർക്ക് സ്പേസുകളിൽ ബാഹ്യ ത്രെഡിങ്ങുകൾ നൽകാൻ ഇത് അത്യാവശ്യമാണ്. നമുക്ക് ഈ സെഷനോടുകൂടി ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. വ്യത്യസ്ത തരം ഡൈകൾ തിരിച്ചറിയുന്നതിന്, ഡൈകൾ ഉപയോഗിച്ച് ബാഹ്യ ത്രെഡിംഗ് മുറിക്കുന്നതിന്, ഓരോ തരം ഡൈകളുടെയും സവിശേഷതകളും ഉപയോഗങ്ങളും പ്രസ്താവിക്കുന്നതിന്. ആദ്യം നമുക്ക് ത്രെഡിംഗ് ഡൈകളെക്കുറിച്ചും അതിൻ്റെ തരങ്ങളെക്കുറിച്ചും പഠിക്കാം. വ്യത്യസ്ത തരം ഡൈകളാണ്. സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, യന്ത്രം ഉപയോഗിച്ചോ കൈകൊണ്ടോ ബാഹ്യ ത്രെഡുകൾ മുറിക്കാൻ ഉപയോഗിക്കുന്നു. ഹാഫ് ഡൈ, കൃത്യമായ ത്രെഡിങ്ങിനായി ഉപയോഗിക്കുന്നു. ക്രമീകരിക്കാവുന്ന സ്ക്രൂ പ്ലേറ്റ് ഡൈ, വയറുകളിൽ ത്രെഡുകൾ രൂപപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നു. ഡൈ നെറ്റ്, കേടായ ത്രെഡുകളെ കണ്ടെത്തുന്നതിനോ പുനഃസ്ഥാപിക്കുന്നതിനോ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഡൈകളെക്കുറിച്ചും വിശദമായി പഠിക്കാം. സർക്കുലർ സ്പ്ലിറ്റ് ഡൈ അഥവാ ബട്ടൺ ഡൈ. വലിപ്പത്തിൽ ചെറിയ വ്യത്യാസം അനുവദിക്കുന്നതിന് സർക്കുലർ സ്പ്ലിറ്റ് ഡൈയിൽ ഒരു സ്ലോട്ട് കട്ട് ഉണ്ട്. ഡൈ സ്റ്റോക്കിൽ പിടിക്കുമ്പോൾ ക്രമീകരിക്കാവുന്ന സ്ക്രൂകൾ ഉപയോഗിച്ച് വലിപ്പത്തിൽ വ്യത്യാസം വരുത്താം. ഇത് കട്ടിൻ്റെ ആഴം കൂട്ടാനോ കുറയ്ക്കാനോ അനുവദിക്കുന്നു. ഹാഫ് ഡൈ. നിർമ്മാണത്തിൽ ഹാഫ് ഡൈകൾ കൂടുതൽ ശക്തമാണ്. കട്ടിൻ്റെ ആഴം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ ഉള്ള ക്രമീകരണങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം. ചേർച്ചയുള്ള ജോഡികളായി ലഭ്യമാകുന്ന ഇവ ഒരുമിച്ച് ഉപയോഗിക്കണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അവയ്ക്ക് ഒരു പ്രത്യേക ഡൈ ഹോൾഡർ ആവശ്യമാണ്. ക്രമീകരിക്കാവുന്ന സ്ക്രൂ പ്ലേറ്റ് ഡൈ. സ്പ്ലിറ്റ് ഡൈയേക്കാൾ കൂടുതൽ ക്രമീകരണം നൽകുന്ന 2 പീസ് ഡൈ ആണിത്. ത്രെഡ് ചെയ്ത പ്ലേറ്റ് അഥവാ ഗൈഡ് പ്ലേറ്റ് ഉപയോഗിച്ച് 2 ഡൈ ഹാഫ്സുകൾ കോളറിൽ സുരക്ഷിതമായി പിടിച്ചിരിക്കുന്നു. ഇത് ത്രെഡിംഗ് സമയത്ത് ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. ഡൈ കഷണങ്ങൾ കോളറിൽ വെച്ച ശേഷം ഗൈഡ് പ്ലേറ്റ് മുറുക്കുമ്പോൾ ഡൈ കഷണങ്ങൾ കൃത്യമായി സ്ഥാപിക്കുവാനും ഉറപ്പിക്കുവാനും കഴിയുന്നു. ഡൈ നട്ട്, കേടായ ത്രെഡുകളെ കണ്ടെത്തുന്നതിനോ പുനഃസ്ഥാപിക്കുന്നതിനോ ഉപയോഗിക്കുന്നു. പുതിയ ത്രെഡുകൾ മുറിക്കുന്നതിന് ഡൈ നട്ട് ഉപയോഗിക്കരുത്. ഡൈ നട്ട് ഒരു സ്പാനർ ഉപയോഗിച്ചാണ് തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഡൈകൾ ഉപയോഗിച്ച് ബാഹ്യ ത്രെഡിൻ്റെ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാം. ഈ പ്രക്രിയക്ക് 2 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഘട്ടം 1 ജോബ് സജ്ജമാക്കൽ, ഘട്ടം 2 ത്രെഡിംഗ്. നമുക്ക് ഓരോ ഘട്ടത്തെക്കുറിച്ചും വിശദമായി പഠിക്കാം. ത്രെഡിങ്ങിനായി ജോലി തയ്യാറാക്കുക എന്നതാണ് ആദ്യ ഘട്ടം. നമ്മൾ ആദ്യം വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കളുടെ വലിപ്പം പരിശോധിക്കും. ബ്ലാങ്ക് വലിപ്പം = ത്രെഡ് വലിപ്പം മൈനസ് 0.1 ഇൻറ്റു ത്രെഡിൻ്റെ പിച്ച്. ഉദാഹരണത്തിന് 13.9 mm = 14 mm മൈനസ് 0.1 ഇൻറ്റു 1 mm. ബ്ലാങ്ക് വലിപ്പം 13.9 mm, ത്രെഡ് വലിപ്പം 14 mm, ത്രെഡിൻ്റെ പിച്ച് 1 mm. ഡ്രോയിങ് അനുസരിച്ച് ബ്ലാങ്ക് വലിപ്പം ഡയമീറ്റർ 13.9 mm ഇൻറ്റു 40 mm നീളം ഫയൽ ചെയ്യുക. ഇരുവശത്തും 2 mm ഇൻറ്റു 45 ഡിഗ്രി ഷാംഫർ ഫയൽ ചെയ്യുക. അടുത്തതായി നമുക്ക് ത്രെഡിംഗ് ഘട്ടത്തെക്കുറിച്ച് പഠിക്കാം. ഡൈ സ്റ്റോക്കിൽ ഡൈ ഉറപ്പിച്ച് ഡൈ സ്റ്റോക്കിൻ്റെ സ്റ്റെപ്പിന് എതിർവശത്തായി ഡൈയുടെ മുൻഭാഗം വയ്ക്കുക. വൈസിൽ പിടി ഉറപ്പിക്കാൻ വൈസ് ക്ലാമ്പ് ഉപയോഗിക്കുക. വൈസിന് മുകളിൽ ബ്ലാങ്ക് പ്രൊജക്റ്റ് ചെയ്യുക.
ആവശ്യമായ ത്രെഡ് നീളം മാത്രം. ജോലിക്കുള്ള വസ്തുവിൻ്റെ ഷാംഫറിൽ ഡൈയുടെ പ്രധാന വശം വയ്ക്കുക. ഡൈ സ്റ്റോക്കിൻ്റെ സെൻറ്റർ സ്ക്രൂ മുറുക്കി ഡൈ പൂർണ്ണമായി തുറന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബോൾട്ട് സെൻറ്റർ ലൈനിൽ ലംബമായി ഡൈ ഉപയോഗിച്ച് ത്രെഡിംഗ് ആരംഭിക്കുക. ഡൈ സ്റ്റോക്കിൽ തുല്യമായി മർദ്ദം പ്രയോഗിച്ച് ഘടികാര ദിശയിൽ തിരിച്ച് ബോൾട്ട് ബ്ലാങ്കിൽ ഡൈ മുന്നോട്ട് നീക്കുക. ചിപ്പുകൾ ചീകുന്നതിന് പതുക്കെ കട്ട് ചെയ്തുകൊണ്ട് ഡൈ കുറച്ചു ദൂരത്തിൽ പിന്നിലേക്ക് നീക്കുക. പുറം സ്ക്രൂകൾ ക്രമീകരിച്ചുകൊണ്ട് കട്ട് ആഴം ക്രമേണ വർദ്ധിപ്പിക്കുക. ചേരുന്ന നട്ട് ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുക. നെറ്റ് പൊരുത്തമാകുന്നതുവരെ പ്രക്രിയ ആവർത്തിക്കുക. നമുക്ക് ഡൈ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ഒരു കട്ടിംഗ് ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക. കട്ടിന് കൂടുതലായി ആഴം നൽകരുത്, കാരണം ഇത് ത്രെഡുകളും ഡൈയും നശിപ്പിച്ചേക്കാം. ചിപ്പുകൾ ക്ലോഗിംഗ് ആകാതിരിക്കാനും ത്രെഡ് കേടാകാതിരിക്കാനും ഇടയ്ക്കിടെ ഡൈ വൃത്തിയാക്കുക. പുനരാഖ്യാനത്തിന് നമ്മൾ പഠിച്ചത് വ്യത്യസ്ത തരം ഡൈകൾ തിരിച്ചറിയുന്നതിന്, ഡൈകൾ ഉപയോഗിച്ച് ബാഹ്യ ത്രെഡിംഗ് മുറിക്കുന്നതിന്, ഓരോ തരം ഡൈകളുടെയും സവിശേഷതകളും ഉപയോഗങ്ങളും പ്രസ്താവിക്കുന്നതിന്. അങ്ങനെ ഇത്രയുമാണ് ഡൈകൾ ഉപയോഗിച്ചുള്ള ബാഹ്യ ത്രെഡിങ്ങിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എല്ലാ ആശയങ്ങളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.